വീണ്ടും വാർത്തകളിലേക്ക്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് UDF പ്രവർത്തകർ മാർച്ച് നടത്തി. ഇപ്പോൾ ശശി തരൂർ സംസാരിക്കുന്നു. തത്സമയം. ജൂൺ 4 കഴിഞ്ഞിട്ട് നിങ്ങളുടെ അന്വേഷണമൊക്കെ പൂർത്തിയാക്കിക്കോളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ബാക്കി എല്ലാ രാജ്യത്തെ എല്ലാവരെയും ബാധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് BJP നയിക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രം ഇതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം? അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ശക്തമായി ഇതിനെ എതിരിക്കുന്നു. നമ്മൾ മാത്രമല്ല, നമ്മുടെ ആം ആദ്മി പാർട്ടികളുടെ സുഹൃത്തുക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. UDF പാർട്ടികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ആം ആദ്മി പാർട്ടി അവിടെ നിൽക്കുന്നു. ഞങ്ങൾ പറയട്ടെ, ഇതില് പ്രതിപക്ഷത്തിന്റെ ഏത് പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യമാണോ എന്ന് ചോദിക്കാൻ കൂടി സാധിക്കാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടി നിങ്ങൾ എല്ലാവരോടും പറയുന്നു, ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ അറസ്റ്റിനെ പിൻവലിക്കണം. ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിങ്ങിനെ അവർ മാറ്റണം. എല്ലാ പാർട്ടികൾക്കും അവര് കഴിവുപ്രകാരം അവര് സന്ദേശം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കണം. അങ്ങനെ മാത്രമേ ജനാധിപത്യത്തിന്റെ എല്ലാം വെച്ച് അത്യാവശ്യ കാര്യം അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കൂ. സർക്കാരിന് ഈ എല്ലാത്തിനും ഇങ്ങനെ ഒരു വീഴ്ച ചെയ്യാൻ സമ്മതിക്കുന്നതും കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ പ്രതിഷേധത്തിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. UDFന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ CP ജോൺ. പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഇന്ത്യയിലെ ജനാധിപത്യത്തിന് മരണമണി മുഴക്കുകയാണ് നരേന്ദ്രമോദി. മോദി കരുതുന്നുണ്ടാകും തന്റെ പ്രവർത്തനം കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്ന്. പക്ഷേ മോദിയോടും BJPയോടും ഞങ്ങൾ പറയട്ടെ, ഈ നഗരത്തിലെ അവരുടെ പ്രതിനിധികളോട് പറയട്ടെ, നിങ്ങളല്ല അധികാരത്തിൽ വരാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്ന ശശി തരൂർ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ ഇന്ന് ഏതാണ്ട് റഷ്യയിലെ പുടിനെ പോലെ, പാകിസ്ഥാനിലെ പട്ടാള മേധാവികളെ പോലെ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു ഫെയിൽഡ് ഡെമോക്രസിയാക്കി മാറ്റുവാൻ BJPയെയും നരേന്ദ്രമോദിയെയും ഇന്ത്യയിലെ മഹത്തായ ജനത അനുവദിക്കുകയില്ല. നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി ഭരണത്തെയും അറബിക്കടലിലേക്ക് വലിച്ചെറിയാനുള്ള പോരാട്ടമാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് ഞാൻ പറയുകയാണ്. ഒപ്പം തന്നെ ആം ആദ്മി പ്രവർത്തകരുമായി കാലത്തൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നവർക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം അവരുടെ നേതാവ് ഇന്ന് അറസ്റ്റിലാണ്. അവരോടൊപ്പം ശശി തരൂർ അല്പസമയം ചെലവഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ശരി, നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനിയുള്ള ദിനങ്ങൾ മാത്രമല്ല, ഇനിയുള്ള രാത്രികളും പോരാട്ടത്തിന്റേതായിരിക്കും എന്ന് പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. APCC ഉപാധ്യക്ഷൻ ശ്രീ ശക്തൻ. അധ്യക്ഷൻ ശ്രീ DCC പ്രസിഡന്റ് ശ്രീ പാലോട് രവി, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ, ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പായിരിക്കുന്നു, നേരായ മാർഗത്തിലൂടെ ശ്രീ നരേന്ദ്രമോദിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം വിറളി പൂണ്ട് ഓരോ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. ഇപ്പൊ പോസ്റ്റർ അടിക്കാൻ പോലും പൈസ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല. ഇപ്പൊ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ ഇതോടുകൂടി നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ഓരോരുത്തരെയായി പിടിച്ച് ജയിലിൽ അടയ്ക്കണം. വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടുകൂടി അധികാരത്തിൽ വരാൻ ശ്രമിക്കാം എന്നാണ് നരേന്ദ്രമോദി വിശ്വസിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഇത്തരത്തിലുള്ള ഒരിക്കലും പറഞ്ഞുപോലും കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ കേരളത്തിലെ UDF ശക്തമായി എതിർക്കുന്നു, പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നു. തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ നമ്മുടെ സ്ഥാനാർത്ഥി
വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. മുഴുവൻ ആളുകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രതിഷേധ ധർണ അവസാനിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയരുന്നത്. UDF പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. ശശി തരൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി നോക്കാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ.